ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. സൈലം ബാങ്കിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ചാപ്റ്ററോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സോ ഒന്നും അല്ല. നമുക്ക് എന്താണ് എക്സാം ഹോളിൽ നമുക്ക് പറ്റുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, ആ മിസ്റ്റേക്സ് നമ്മൾ എങ്ങനെ ഈസിയായി ടാക്കിൾ ചെയ്ത് എന്ത് ചെയ്യാം, ആ എക്സാമിനെ ക്ലിയർ ആക്കാൻ പറ്റും, എന്തൊക്കെയാണ് നമുക്ക് പറ്റുന്ന മിസ്റ്റേക്സ് എന്നും മിസ്റ്റേക്സ് ഒക്കെ എങ്ങനെ സിമ്പിളായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും നോക്കാം. അല്ലേ, നമുക്കറിയാം IBPSന്റെയും SBIന്റെയും POയുടെ എക്സാം ഡേറ്റെല്ലാം വന്നു കഴിഞ്ഞ് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. വൃത്തിയായിട്ട് പഠിച്ചു പോകുന്ന ആൾക്കാരായിരിക്കും. നമ്മളെല്ലാം വൃത്തിയായിട്ട് പഠിച്ചു പോകും. ഇപ്പോൾ കോണ്ട് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും കറണ്ട് അഫെയർസ് ടോപ്പിക് ആണെങ്കിലും നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചു. പക്ഷേ എക്സാം ഹോളിൽ എത്തുമ്പോൾ മോക്ക് ചെയ്യുമ്പോൾ എല്ലാം നന്നായി പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷേ എക്സാം ഹോളിൽ എത്തുമ്പോൾ എന്തൊക്കെയോ കുറച്ച് കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചില ആൾക്കാർ പറയും സമയം കിട്ടിയില്ല, ചില ആൾക്കാർ പറയും സ്റ്റക്ക് ആയിപ്പോയി, കണക്ട് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ ഒരുപാട് മിസ്റ്റേക്സ് നമ്മുടെ ഭാഗത്ത് വരാറുണ്ട്. ഇതെല്ലാം എക്സാമിന് മുമ്പിന് അത്യാവശ്യം നന്നായി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എക്സാമിന് മുമ്പിന് എന്ത് ചെയ്യാം, നമുക്ക് ആ ടാക്കിൾസ്, അതായത് ആ മിസ്റ്റേക്സ് ഒക്കെ മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതെല്ലാം മാറ്റിക്കൊണ്ട് ഇനി വരുന്ന എക്സാമിന് നല്ല രീതിയിൽ സ്കോർ ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് എക്സാം ക്രാക്ക് ചെയ്ത് ക്ലിയർ ആകാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവാം. എല്ലാവരും വൃത്തിയായി ശ്രദ്ധിക്കുക. മെയിൻലി ഈ പോയിന്റ്സ് എല്ലാം പറയുന്ന എല്ലാ പോയിന്റ്സും ഒരുപാട് എക്സാം വിൻ ചെയ്ത ആൾക്കാരും അതുപോലെ തന്നെ ഒരുപാട് എക്സാം ഫെയിൽ ചെയ്ത ആൾക്കാരുടെയും ആസ് എൻ എഡ്യൂക്കേറ്റർ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ തന്നെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ട വിലപ്പെട്ട പോയിന്റ്സ് ഇതിലുണ്ടാവും. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ എക്സാം ഹാളിൽ മാറ്റാൻ സാധിക്കും. ഓക്കെ അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നോക്കുകയും അതുപോലെ നമ്മുടെ IBPSന്റെയും SBIന്റെയും POന്റെ ക്രാഷ് ബാച്ച് റണ്ണിങ് ആണ്. അത്യാവശ്യം ബേസ് എല്ലാം ഉള്ള ആളുകൾക്ക് പ്രാക്ടീസ് വൃത്തിയായി ചെയ്തു പോകാനും റെക്കോർഡ് സെഷൻ ഉണ്ടാവും, ലൈവ് സെഷൻ ഉണ്ടാവും. ടോപ്പിക്സ് എല്ലാം എന്തായിരിക്കും, റെക്കോർഡർ ആയിരിക്കും. പ്രാക്ടീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും നമ്മുടെ ക്രാഷ് ബാച്ചിൽ ഉണ്ടാവുക. ഇത് കൂടാതെ തന്നെ നമ്മുടെ മിഷൻ ബാച്ച് ആയിട്ടുള്ള മെയിൻസ് ബൂസ്റ്റർ, മാത്രം ടാർജറ്റ് ഉള്ള മെയിൻസ് ബൂസ്റ്റർ ബാച്ചും റണ്ണിങ് ആണ്. എന്ത് ചെയ്യുക, നമ്മുടെ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സുകളിൽ അഡ്മിഷൻ ഓപ്പൺ ആണ്, അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മുടെ മെയിൻ പോയിന്റ്സിലേക്ക് എടുക്കാം. നോക്കൂ, എന്തൊക്കെയാണ് തിങ്സ് ടു കീപ്പ് ഇൻ മൈൻഡ്, നമ്മുടെ മൈൻഡിലേക്ക് എക്സാം ടൈമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കീപ്പ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ, ഡു നോട്ട് ചേസ് ഇൻ എ ടാർഗറ്റ്. ഞാൻ പറയുന്നത് QAന്റെ കേസ് മാത്രമാണ്, ശ്രദ്ധിക്കുക. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മാത്സിൻ്റെ കേസിലാണ് ഡു നോട്ട് ചേസ് എനി ടാർജറ്റ്. അതായത് ഉദാഹരണം, എക്സാമിന് പോകുന്നതിന് മുമ്പേ നമുക്ക് മുൻധാരണകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇത്ര 35 ക്വസ്റ്റ്യൻസ് ആണ്, 30 മാർക്കാണ്. അപ്പോൾ മിനിമം ഒരു 20യോ അല്ലെങ്കിൽ 22 ഒക്കെ സ്കോർ ചെയ്താൽ QA സേഫ് ആണ് എന്നൊരു തോന്നലുണ്ടായിരിക്കും. അതായത് ഒരിക്കലും നമ്മൾ നേരത്തെ ഒരു മുൻധാരണ പ്രകാരം എക്സാമിന് അപ്രോച്ച് ചെയ്യാതിരിക്കുക. അതായത് കട്ട് ഓഫ് ഇത്രയായിരിക്കും, കട്ട് ഓഫ് ഇങ്ങനെ ആയിരിക്കും, മാത്സ് എനിക്ക് ഇംഗ്ലീഷ് എളുപ്പമാണല്ലോ അല്ലെങ്കിൽ റീസണിങ് എളുപ്പമാണ്, അപ്പോൾ QAക്ക് എനിക്ക് 20 or 22 മാർക്സ് കിട്ടിയാൽ ഞാൻ സേഫ് സോണെന്ന് വിചാരിക്കും. ഉദാഹരണം നോക്കി, ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ QAക്ക് ഒരു 20 ആണ് ടാർജറ്റ് ചെയ്യുന്നത് വിചാരിക്കാം. 20 മാർക്കാണ് നിങ്ങൾ ടാർജറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എക്സാമിന് കയറിയതിന് ശേഷം പുറത്തിറങ്ങിയാലാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആണോ, ടഫ് ആണോ, മോഡറേറ്റ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ എക്സാം ടൈമിൽ നമുക്ക് ക്വസ്റ്റ്യൻ കാണാൻ മനസ്സിലാവും. ഫുള്ള് ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കണേ, ഒരു സൈക്കിൾ ഫുള്ള് പോകണ്ടേ. അപ്പോൾ നോക്കിക്കേ, 20 ടാർജറ്റ് ചെയ്തു. ആ എക്സാം ഹാളിൽ നിങ്ങൾക്ക് ഓൾറെഡി ഈ 20 ക്വസ്റ്റ്യൻസ് 15 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചെന്ന് വിചാരിക്കാം. നിങ്ങൾ ഉദ്ദേശിച്ച ആ 20 ക്വസ്റ്റ്യൻസ് നമ്മുടെ സേഫ് സോണായ സ്പീഡ് മാത്സെന്നും അരിത്തമെറ്റിക്കെന്നും ഒരു DLN ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ റോങ് നമ്പർ പറഞ്ഞിട്ടില്ല, സ്പീഡ് മാത്സും മിസ്സിംഗ് നമ്പറും അരിത്തമെറ്റിക്കും ഒരു 2 DA ഒരു കാൽക്കുലേറ്റർ ഒക്കെ ആണെങ്കിൽ ഒരു DLN ചെയ്ത് നമുക്ക് ഓൾമോസ്റ്റ് 20 മാർക്സ് ആയി കഴിഞ്ഞു. 15 മിനിറ്റ്സിനുള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് റിമൈനിങ് അവിടെ റിമൈനിങ് 5 മിനിറ്റ്സ് ഉണ്ട് അല്ലേ. ആദ്യത്തെ 15 മിനിറ്റ് 20 നിങ്ങളുടെ സേഫ് സോണിലെ 20 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി, അതെല്ലാം കറക്റ്റ് ആണെങ്കിൽ ബാക്കി 5 മിനിറ്റ് ഇനി നമ്മുടെ അഡ്വാൻസ് ആയ സോൺ അല്ലെങ്കിൽ ഹാർഡ് സോണാണ്. ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് ഇത്ര നേരം ചെയ്ത് അതേ സ്പീഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി ഡൗൺ ആകാൻ തുടങ്ങും. എക്സാം ടഫാണോ ആ ഒരു മൈൻഡിലേക്ക് പോകും. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ഈ 20 സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പതിയെ ലാഗ് അടിക്കുമ്പോൾ എക്സാം ടഫാണെന്ന മൈൻഡ് സെറ്റ് കയറി വരും. അല്ലെങ്കിൽ നോക്കിക്കേ, ഇതേ സംഭവം തിരിച്ചും വരാം. ഇതേ 20 ക്വസ്റ്റ്യൻസിന് പകരം സേഫ് സോൺ കഴിഞ്ഞു, ബാക്കി 5 മിനിറ്റിൽ പതുക്കെ പോകുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നോക്കിക്കേ, ഇതേ ഒരു 15 ക്വസ്റ്റ്യൻസ് നിങ്ങളൊരു 16-17 മിനിറ്റ്സിൽ സോൾവ് ആക്കിയെങ്കിൽ നിങ്ങളുടെ മൈൻഡിലുണ്ടാവും ഒരുപാട് ഞാൻ 20 പ്ലാൻ ചെയ്തതാണ്, പക്ഷേ എനിക്ക് 15 ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, ഞാൻ ആകെ 2-3 മിനിറ്റ് ബാക്കിയുള്ളൂ. അതിനകത്ത് ചിലപ്പോൾ ഒരു DAയോ അല്ലെങ്കിൽ ഒരു ഹൈ ലെവൽ DA ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിനടുത്ത് ചിലപ്പോൾ എക്സാം ടഫായിരിക്കും. നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഞാൻ 20 പ്ലാൻ ചെയ്തതാണല്ലോ,
മനസ്സിലായി? 20 പ്ലാൻ ചെയ്താണെങ്കിൽ ചെയ്യാൻ പറ്റില്ല, ടെൻഷൻ കയറി വരും. ഇനി വരുന്ന എല്ലാ ക്വസ്റ്റൻസിനെയും നിങ്ങളുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കും. ഇനി ചെയ്യാൻ പോകുന്ന കോണ്ടാണെങ്കിലും റീസണിംഗ് ആണ്, ഇംഗ്ലീഷ് ആണെങ്കിലും എല്ലാം നിങ്ങളുടെ മൈൻഡിൽ കിടന്ന് കളിക്കുക എന്തായിരിക്കും, അയ്യോ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ലെവലിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് എന്തായാലും എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ബാക്കി എല്ലാ ക്വസ്റ്റൻസിനെയും അത് മെൻ്റലി ബാധിക്കും. നിങ്ങളുടെ മെൻ്റൽ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ ബാക്കി എല്ലാ ക്വസ്റ്റൻസിലും നെഗറ്റീവ്സ് വരാനും നിങ്ങൾ വായിക്കുന്ന ക്വസ്റ്റൻസ് എല്ലാം തെറ്റായി പോകാനും ചാൻസ് വരും. ക്വസ്റ്റ്യൻസ് തെറ്റാവുകയില്ല, ക്വസ്റ്റ്യൻസിൻ്റെ കണക്ഷൻസും റിലേഷൻസും കണക്ട് ചെയ്യാൻ പറ്റാതെ വരും. ഓക്കെ, ചിലപ്പോൾ നോക്കിക്കേ നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ ലെവലിൽ ഈ കാര്യം നോക്കിക്കേ, ഈ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ മൈൻഡിൽ വെക്കുക, 50 മിനിറ്റ്സ് കൊണ്ട് 20 ക്വസ്റ്റ്യൻസ് ആയി. ബാക്കി ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് ബാക്കിയുള്ള 5 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ 2-3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ എഴുതുള്ളൂ. ചിലപ്പോൾ മാക്സിമം നിങ്ങൾ 20-23 ക്വസ്റ്റ്യൻസ് എഴുതുള്ളൂ. എക്സാം ഹാളിൽ നിന്ന് പുറത്ത് വരുമ്പോൾ സാധാരണ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ റിലേറ്റീവ്സോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കും എത്ര അറ്റൻഡ് ചെയ്ത്. അപ്പോൾ നമ്മുടെ മൈൻഡിലൊരു കോൺഫിഡൻസ് ഉണ്ട്, ഓൾറെഡി ഞാൻ 20 അറ്റൻഡ് ചെയ്താണ്. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഞാൻ 25 അറ്റൻഡ് ചെയ്തു, ഞാൻ 28 അറ്റൻഡ് ചെയ്തു, ഞാൻ 29 അറ്റൻഡ് ചെയ്തു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുക എന്താണ്, ഞാൻ എൻ്റെ മൈൻഡിൽ ഓൾറെഡി സെറ്റ് വെച്ച് 20 എന്ന മാർക്ക് സ്കോർ പോരാ അല്ലേ. എല്ലാവർക്കും ഈസിയാണ് എക്സാം, അപ്പോൾ എല്ലാവർക്കും 28, 29, 26 ഒക്കെ അടിക്കാൻ പറ്റി. ഞാൻ ഇപ്പോഴും 5, 6, 7 മാർക്ക് ബാക്കിലാണ്. ഇത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുക, എക്സാമിന് മുമ്പ് എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കലും എക്സാമിന് മുമ്പ് ഇത്ര മാർക്ക് വേണം, ഇത്ര മാർക്ക് എൻ്റെ സേഫ് സോൺ ഒന്നും എടുക്കാതിരിക്കുക. അതായത് പറഞ്ഞ് ഒരിക്കലും ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ ഒരുപാട് വീഡിയോസിലേക്ക് നമ്മളൊക്കെ പറയാറുണ്ട് ഹൗ ടു സോൾവ് 30 ക്വസ്റ്റ്യൻസ് ഇൻ 20 മിനിറ്റ്സ് അല്ലേ. 20 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് 30 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് മിനിമം 25 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, ടാർഗറ്റ് വെക്കുക. ഇതെല്ലാം നോക്കിക്കേ, ഇതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റും, നമുക്ക് ഓരോരുത്തർക്ക് അറിയാൻ പറ്റും ഇത് ക്വസ്റ്റ്യൻസ് ഇത്ര ലെവലേ ഉള്ളൂ. അപ്പം നമുക്കറിയുന്ന ആ ക്വസ്റ്റ്യൻസ് കൊണ്ടാണ് ഈ പറയുന്നതാണ് ഈ 30 ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ 25 ക്വസ്റ്റ്യൻസോ ആ പർട്ടിക്കുലർ 20 മിനിറ്റ്സ് സോൾവ് ചെയ്യുന്നത്. പക്ഷേ നാളെ നിങ്ങൾ എഴുതാൻ പോകുന്ന IBPSൻ്റെ SBയുടെ PO എക്സാമിന്, പ്രത്യേകിച്ച് IBPSൻ്റെ എക്സാമിന് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത് നമ്മളാരും അല്ല, സെറ്റ് ചെയ്യുന്ന ആരാ, IBPS ആണ്. അതിൻ്റെ ടഫ്നെസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി തീരുമാനിക്കുന്നവരാണ്. അപ്പോൾ ഓരോ ഷിഫ്റ്റിലും ടഫ്നെസ് മാറിക്കൊണ്ടിരിക്കുമെങ്കിലും നിങ്ങൾ എന്താണ് ഒരിക്കലും പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ സേഫ് സോൺ നോക്കാതെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് അതേ ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുക. അത് നിങ്ങൾക്ക് Q&A കേസിലാകുമ്പോൾ നോക്കിക്കുക, ആദ്യം അപ്രോക്സിമേഷൻ സിംപ്ലിഫിക്കേഷൻ ചെയ്ത് നോക്കുക അല്ലേ. അത് നിൻ്റെ നമ്പർ സീരീസിലെ റോങ് നമ്പർ അല്ല മിസ്സിംഗ് നമ്പർ നോക്കുക, അപ്രോക്സിമേഷൻ മിസ്സിംഗ് നമ്പർ. അതിനുശേഷം നമ്മുടെ സേഫ് ആയിട്ടുള്ള അരിത്മെറ്റിക് നോക്കുക. അതിനുശേഷം എന്താണ്, നിങ്ങൾക്ക് 2 DAയും ഒരു കാൽക്കുലേറ്ററും ആണെങ്കിൽ ഒരു DA എന്തായാലും ഈസി ആയിരിക്കും. ഈസി എന്ന് പറയുമ്പോൾ ബേസിക് കാൽക്കുലേഷൻ അല്ല, കമ്പാരിങ് ടു അതർ DA ഈസി ആയിരിക്കും. അപ്പോൾ ആ DAയും ചെയ്യാൻ മിനിമം നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ച ആ സ്കോറിലേക്ക് എത്താൻ പറ്റും അല്ലേ. അതിനുശേഷം ബാക്കിയുള്ള എന്ത് ചെയ്യുക, പിന്നെ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കിക്കേ, നേരത്തെ പറഞ്ഞ ഇനി വേണേൽ റോങ് നമ്പറിലേക്ക് പോവാം, കാൽക്കുലേറ്ററിലേക്ക് പോവാം, ആ ടഫർ DAയുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം, അരിത്മെറ്റിക്കൽ സേഫ് അല്ലാത്ത ബാക്കി നമ്പറിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് മിനിമം നമ്മൾ ഉദ്ദേശിച്ച ആ ലെവലിലേക്ക് പോകാൻ പറ്റും. ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എല്ലാവർക്കും ടഫ്, നമുക്ക് ടഫ് ആണെങ്കിൽ എല്ലാവർക്കും ടഫ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈസി ആണെങ്കിൽ എല്ലാവർക്കും ഈസി ആയിരിക്കണം. അപ്പോൾ മാക്സിമം എന്താ ഒരിക്കലും ടാർഗറ്റ് വെക്കാതെ അതേ ഫ്ലോയിൽ പോസിറ്റീവ് മൈൻഡിൽ നല്ല കോൺഫിഡൻസോടെ എക്സാമിനെ അപ്രോച്ച് ചെയ്യുക. ചിലപ്പോൾ എക്സാം ഈസി ആണെങ്കിൽ ആ ഒരു DAയും ഒരു കാൽക്കുലേറ്ററും വളരെ എളുപ്പമായിരിക്കും. രണ്ടാമത്തെ DA ഒരു മോഡറേറ്റ് ആയിരിക്കും, അത് സോൾവ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അരിത്മെറ്റിക്കലി ഓൾമോസ്റ്റ് 6, 7, 8 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഒരിക്കലും പ്രീ ഡിറ്റർമൈൻഡ് ആവാതെ നിങ്ങൾ പോസിറ്റീവ് എടുക്കുക, പഠിച്ച കാലം വീണ്ടും റിവൈസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, മോക്ക് ചെയ്യുന്ന സമയത്ത് അതേ ഔട്ട്പുട്ട് എവിടെ കിട്ടണം നമുക്ക് എക്സാം ഹോളിൽ കിട്ടണമെങ്കിൽ ഒരിക്കലും ഇതാണ് എൻ്റെ സേഫ് സോൺ എന്ന മൈൻഡ് മാറ്റി വെക്കുക. ക്ലിയർ ആയോ? ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ. സെക്കൻഡ് പോയിന്റ് ഓക്കെ റബ്ബിയാണ്. സെക്കൻഡ് പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്, ഡു നോട്ട് ഇൻക്രീസ് ദ റീഡിങ് സ്പീഡ്. ഒരിക്കലും റീഡിങ് സ്പീഡ് ചെയ്യരുത്. നമ്മൾ മോക്ക് ചെയ്യുമ്പോൾ നമ്മൾ മോക്ക് ചെയ്യണോ പ്രാക്ടീസ് ചെയ്യണോ സെക്ഷൽ മോക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് ലാപ്പിലോ അല്ലെങ്കിൽ മൊബൈലൊക്കെ ആയിരിക്കും ചെയ്യാം. മിക്കവാറും ഓരോ ആപ്പിൽ നമ്മൾ ലാപ്പിലായിരിക്കും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മൾ കൂൾ മൈൻഡിലായിരിക്കുന്നത്. എക്സാം ഹോളിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ഇതായിരിക്കില്ല മക്കളെ, മനസ്സിലായി? എക്സാം ഹോളിൽ ഒരുപാട് ആസ്പിറൻസ് ഉണ്ട്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ നമ്മൾ ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യുന്ന ഏരിയയിലൊക്കെ 10, 50, 100 ചിലപ്പോൾ 500 ആൾക്കാരെ കാണുന്നുള്ളൂ. എക്സാം ഹോളിൽ നമ്മൾ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ആസ്പിറൻസിനെ കാണാനാണ്. എക്സാമിന് പോകുമ്പോൾ ഒരുപാട് ടോക്സ് ഉണ്ടാവും. എക്സാം ഹോളിൽ കയറി പോകുമ്പോൾ ഒരുപാട് പെട്ടെന്ന് ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഒരിക്കലും എക്സാമിൻ്റെ മുമ്പിലേക്ക് പിന്നെ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ പിന്നെ ഒന്നും അതിനെപ്പറ്റി ആലോചിക്കരുത്.
കൂളായി പോവുക, എക്സാം ചെയ്ത് പോവുക. നമുക്ക് ആകെ കുറച്ച് സമയമുള്ളൂ. ആ സമയത്ത് ടെൻഷൻ അടിക്കാതെ മാക്സിമം വൃത്തിയായിട്ട് എക്സാം ചെയ്ത്, അതിനാണ് ആ ടെൻഷനാണ് നിങ്ങൾ എവിടെ മാറ്റുക, ഈ സ്പീഡിലേക്ക് കൊണ്ടുപോകുക. നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ള റീഡിങ് സ്പീഡ് നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളിപ്പോൾ എങ്ങനെയാണോ വീട്ടിൽ മോക്ക് ചെയ്യുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മോക്ക് ചെയ്യുന്നത്, അതേ സ്പീഡിൽ അവിടെ പോയിട്ട് പെട്ടെന്ന് എല്ലാവരും മൈൻഡിലേക്ക് തോന്നും എന്താണ്, ആ സമയത്ത് ഒന്നും കൂടി എക്സ്ട്രാ ഒരു സ്പീഡ് ഇട്ട് കഴിഞ്ഞാൽ, എക്സ്ട്രാ ഒരു എഫേർട്ട് സ്പീഡിലിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും കൂടി ഇമ്പ്രൂവ് ആക്കാമല്ലോ, 1-2 ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. അത് ശരിക്കും മണ്ടത്തരമാണ്. നമ്മൾ സ്പീഡിൽ വായിക്കുമ്പോൾ നമുക്ക് കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ്സ് മൈൻഡിലേക്ക് രജിസ്റ്റർ ആവില്ല. ഉദാഹരണം നോക്കിക്കേ, ഒരു SICയുടെ ക്വസ്റ്റ്യൻ, ഇപ്പോൾ SIയുടെയും Cയുടെയും ഒരു മിക്സർ അലിഗേഷൻ്റെ അലിഗേഷൻ മിക്സേഴ്സ് കൺസെപ്റ്റിൽ അലിഗേഷൻ മെത്തേഡിൽ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ, അതായത് SIയുടെയും Cയുടെയും പെർസെൻറ്റേജ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വ്യത്യാസമായിരിക്കും. വായിക്കും നിങ്ങൾ 12%, 14%. ഇവിടെ എത്തുമ്പോൾ തിരിച്ചെഴുതി പോകും. അല്ലെങ്കിൽ പിന്നെയും വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് പോകേണ്ടി വരും. SI ആണോ 12%, CA ആണോ 12%, 5 ഇയർ SIക്കാണോ 3 ഇയർ ആണോ SIക്ക്, കൺഫ്യൂഷൻ വരും. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ നോർമൽ സ്പീഡിൽ കൂളായിരുന്നു ക്വസ്റ്റ്യൻ ക്ഷമയോടെ വായിക്കുക. ക്വസ്റ്റ്യൻ വൃത്തിയായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം വേണ്ട പോയിന്റ് സൈഡിലേക്ക് റഫിൽ നോട്ട് ചെയ്യുക. അതിനുശേഷം മാത്രം ആൻസറിലേക്ക് പോകുക. അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് 2 പ്രാവശ്യം വീണ്ടും വായിക്കേണ്ടി വരും. ആ ഇരട്ടി ടൈമിൽ നിന്ന് പോകും. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ഇനി വരുന്ന ക്വസ്റ്റ്യൻസിനെ ബാധിക്കും. നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എന്തായി പോകും, കോൺഫിഡൻസ് ലെവൽ ഡൗൺ ആയി പോകും. അല്ലേ, ശ്രദ്ധിക്കുക. അപ്പോൾ നോക്കിക്കേ, നമുക്ക് പെട്ടെന്നൊരു ആഗ്രഹം വരും, ഒരു 1-2 എക്സ്ട്രാ പുഷ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ എക്സ്ട്രാ സ്കോർ ചെയ്യാൻ പറ്റും. ആ സ്കോർ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ മാർക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കോൺസെൻട്രേഷനെ ഡൗൺ ആക്കും. നിങ്ങളുടെ മാർക്സ് എന്താണ്, ടൈം ഒരുപാട് ലാപ്സ് ആയി പോകും. ഒരു പ്രാവശ്യം വായിക്കേണ്ട ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം വായിച്ചു പോകും, ടൈം പോയി പോകും. അപ്പോൾ നിങ്ങൾ ടെൻഷൻ കൂടി ടൈമർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെൻഷൻ കൂടി ഇതെല്ലാം നിങ്ങളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബാധിച്ചു പോകും. ചിലപ്പോൾ അതുകൊണ്ട് എക്സാം ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും, 2 വട്ടം വായിച്ച് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ്റെ ടൈം കൂടി പോകും. എക്സാമിന് നമുക്ക് ഈസിയായി ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് കാണുപോലും ഇല്ല. കാരണം എന്താ, 1 ടൈം ലൂപ്പിൽ തന്നെ അവരുടെ ടൈം കഴിഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ടൈം വീണ്ടും പറയുന്നു, നിങ്ങളുടെ നോർമൽ സ്പീഡ് ഓഫ് റീഡിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അത് മാത്രം അവിടെ അപ്ലൈ ചെയ്യുക. അതൊക്കെ എവിടെ ചെയ്യേണ്ടത്, നിങ്ങൾ മോക്ക് ചെയ്യുമ്പോൾ, വീട്ടിൽ മോക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ടെസ്റ്റ് ചെയ്യുക സ്പീഡ് എങ്ങനെയാണ് ഇൻക്രീസ് ആക്കേണ്ടതെന്നൊക്കെ. ഓക്കെ, അല്ലാതെ എക്സാം ഹാളിൽ പോയിട്ട് അവിടെ നിന്ന് പുതുതായിട്ടൊരു എഫേർട്ട് ഇടരുത്. ക്ലിയർ? ഓക്കെ. മൂന്നാമത്തത്, ഡു നോട്ട് സെർച്ച് ഫോർ ദ ബെസ്റ്റ് മെത്തേഡ്. നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ പറയലാണ്, നമുക്കൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ട്രഡീഷണൽ വേയിൽ ചെയ്യാം, ബേസിക് മെത്തേഡിൽ ചെയ്യാം. റേഷ്യോ പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, Q&A കേസിൽ റേഷ്യോ, പെർസെൻറ്റേജ്, ആവറേജ് എന്ന് പറയുന്നത് പ്യുവർ കൺസെപ്റ്റുകളാണ്, ചാപ്റ്റേഴ്സ് അല്ല. ആ കൺസെപ്റ്റ് വെച്ച് നമുക്ക് എല്ലാ അരിതമെറ്റിക്കും സോൾവ് ചെയ്യാൻ പറ്റും. മെയിൻസിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ DAയിലേക്ക് പോകുമ്പോൾ ഇതിനാണ് ഈ പെർസെൻറ്റേജും റേഷ്യോയും ആവറേജ് തന്നെ ആക്ട് ചെയ്യുന്നത്. അത് പക്കയാണെങ്കിൽ ആ മെത്തേഡ്, പ്രത്യേകിച്ച് റേഷ്യോ മെത്തേഡ് വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ചില ആളുകൾക്ക് ചില സ്ട്രോങ് പോയിന്റ്, വീക്ക് പോയിന്റ് ഉണ്ടാവും. ചില ആളുകൾക്ക് നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ആ ബേസ് മെത്തേഡ് ചെയ്താൽ അവരുടെ പെർസെൻറ്റേജ് സെക്ഷൻ പക്കയായിരിക്കും. അവർ ആ ബേസ് മെത്തേഡിൽ ആൻസറിലേക്ക് എത്തും. ഉദാഹരണം, ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ചെയ്യാൻ 20 സെക്കൻഡ് എടുത്ത് വിചാരിക്കാം. നമ്മൾ റേഷ്യോ മെത്തേഡിൽ അയാൾക്ക് 25 സെക്കൻഡ് കൊണ്ട് ബേസിക്കലി കിട്ടുമെങ്കിൽ അയാൾ ചെയ്യട്ടെ. അല്ലാതെ ഈ റേഷ്യോ മെത്തേഡ് വേണമെന്ന് വാശി പിടിച്ച് ചില ക്വസ്റ്റ്യൻസിൽ എന്ത് ക്വസ്റ്റ്യൻ കിട്ടിയാലും റേഷ്യോ മെത്തേഡ് മാത്രം അപ്രോച്ച് ചെയ്യും. ആ ആൻസർ റോങ് ആയി പോവുകയും ചെയ്യും. മനസ്സിലായി? നമുക്കൊരു സേഫ് സോൺ ഉണ്ട്. നമുക്കൊരു സേഫ് സോൺ അല്ല, ഒരു സ്ട്രോങ് പോയിന്റും വീക്ക് പോയിന്റും ഉണ്ട്. അത് മനസ്സിലാക്കിയെടുക്കുക. സെൽഫ് റിവ്യൂ ചെയ്യുക. ഇതിലെവിടെയാണ് നിങ്ങൾ മോക്ക് ചെയ്യുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും മോക്ക് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു ക്വസ്റ്റ്യൻ എനിക്ക് 1 മിനിറ്റ് എടുത്തു. എന്തുകൊണ്ട് 1 മിനിറ്റ് എടുത്തു? ഞാനത് ബേസിക് മെത്തേഡിലാണ് പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ബേസിക് മെത്തേഡിൽ പോയി മാക്സിമം 1 മിനിറ്റ് എന്തായാലും എനിക്ക് വേണം. പക്ഷേ അത് റേഷ്യോ മെത്തേഡിൽ പോകുകയാണെങ്കിൽ എനിക്ക് 20 സെക്കൻഡ് എടുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ മോക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഐഡിയ അങ്ങോട്ട് കൊണ്ടുപോയി പ്രാക്ടീസാക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് മെത്തേഡ് മാറ്റുന്നത്. അല്ല എക്സാമുകളിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ മാറ്റരുത്. ഈ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മുടെ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ച്, നമ്മുടെ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മൈൻഡിലേക്ക് ഫസ്റ്റ് കിടന്നു വരുന്ന മെത്തേഡായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ ചെയ്യുന്ന ഫസ്റ്റ് ഒരു സ്ട്രൈക്ക് വന്നാൽ ആ മെത്തേഡായിരിക്കും നിങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യം. ആ മെത്തേഡാണോ, ഏത് മെത്തേഡാണോ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നത്, അതായിരിക്കും നിങ്ങളുടെ ബെസ്റ്റ് മെത്തേഡ്. അത് ചിന്തിച്ച് വീണ്ടും ഇങ്ങനെ ചെയ്തോടെ, അങ്ങനെ ചെയ്തോടെ, അത് ഇങ്ങനെ ചെയ്താൽ ഒന്നുകൂടി സിമ്പിളായിരിക്കും. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് നിങ്ങളുടെ എന്ത് പോയി പോകുന്നത്, നിങ്ങളുടെ ടൈം വേസ്റ്റ് ആയി പോകുന്നത്. മനസ്സിലായോ? എക്സാം ഹാളിൽ പുതുതായിട്ട് ഒന്നിനോ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾ എക്സാം ഹാളിൽ അത് ചെയ്യരുത്. നിങ്ങളത് അനലൈസ് ചെയ്യേണ്ട, റിവ്യൂ ചെയ്യേണ്ട നിങ്ങൾ മോക്ക് ചെയ്യുമ്പോഴാണ്. പഠിച്ചതിന് ശേഷം മോക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഇന്ന ടോപ്പിക്കിൽ ഇന്ന ക്വസ്റ്റ്യൻ ബാക്കിലേക്ക് പോയി, അപ്പോൾ അതിൻ്റെ വീക്ക് പോയിന്റ് ആണ്, അതിൻ്റെ വീക്ക് ഏരിയയാണ്. അപ്പോൾ ആ ഏരിയയിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി മോക്ക് ചെയ്യുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സുകളിൽ, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ എപ്പോഴും ഞാൻ പറയാറുണ്ട്, എന്താണ്, നമ്മൾ പഠിക്കുന്നത് എത്ര സമയമാണോ അതിൻ്റെ 3 ഇരട്ടി സമയം നമ്മൾ മോക്ക് ചെയ്തിട്ട് റിവ്യൂ ചെയ്തെടുക്കണം.
റിവ്യൂയിങ് മോക്ക് ടെസ്റ്റ് ഈസ് ദ ബെസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് അല്ലേ. അതായത് ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കേണ്ടത് പഠിക്കാനാണ് എന്ന് തോന്നരുത്. പഠിച്ചു കഴിഞ്ഞ ശേഷം അത് റിവ്യൂ ചെയ്യുക, മോക്ക് ചെയ്തതിനു ശേഷം റിവ്യൂ ചെയ്യുക, എവിടെ എനിക്ക് തെറ്റുപറ്റി, എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യണം, എന്തുകൊണ്ട് എനിക്ക് സമയം അധികം എടുത്തു, ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മോക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അല്ലാതെ എക്സാം ഹാളിൽ പോയിട്ട് അതൊരിക്കലും ചെയ്യാൻ നിൽക്കരുത്. ക്ലിയർ? ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റ് നോക്കിക്കേ. എല്ലാ ആസ്പിറൻസും പറയുന്നതാണ് മിക്ക എക്സാം കഴിഞ്ഞ് വരുന്നത്, സാർ എനിക്ക് ഇന്ന പാർട്ട് DAയുടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി, ഞാൻ സ്റ്റക്കായി പോയി. അലിഗേഷൻ മിക്സ്ചർ എപ്പോഴും പറയുന്ന ഒരു ടോപ്പിക്കാണ് ഈ സ്റ്റക്കാവെന്ന് പറയുന്നത്. ഒന്നെങ്കിൽ അലിഗേഷൻ മിക്സ്ചേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൻ്റെ അഡ്വാൻസ് ആയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മെൻസുറേഷൻ്റെ 3D ഒക്കെ ഫ്രസ്റ്റം അല്ലെങ്കിൽ കോൺ സിലിണ്ടറൊക്കെ 3D വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഇക്വേഷൻസിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വിട്ടു. അപ്പോൾ എന്തൊക്കെയോ കാരണം കൊണ്ട് ഞാൻ സ്റ്റക്കായിപ്പോയി. ഈ സ്റ്റക്കാവുക പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് ഈ സ്റ്റക്കാവില്ല. അപ്പോൾ എനിക്കോ നിങ്ങൾക്ക് മാത്രം ഉണ്ടാകുന്നത്, എല്ലാവർക്കും സ്റ്റക്ക് വരും. എനിക്കൊരു പുതിയ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ പ്രത്യേകിച്ച് എക്സാമിനാകുമ്പോൾ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് സ്റ്റക്ക് വരും. ആ സ്റ്റക്കിന് എങ്ങനെ ഉണ്ടാക്കാം? പ്രത്യേകിച്ച് നോർമലി 2 ടൈപ്സ് ഓഫ് സ്റ്റക്സ് ആണ് ഉള്ളത്. ഒന്ന് എക്സാമിനർ ഉണ്ടാക്കുന്ന സ്റ്റക്കാണ്, ഒന്ന് ആസ്പിറൻസ് നമ്മുടെ ഭാഗത്തുനിന്ന് സ്റ്റക്കാണ്. എന്താണ് എക്സാമിനർ ഉണ്ടാക്കുന്ന സ്റ്റക്ക്? നോർമലി എല്ലാവർക്കും സ്റ്റക്ക് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഒരു എക്സാമിന് ഇപ്പോൾ ഉദാഹരണം DAയുടെ ലാംഗ്വേജ് ആയിരിക്കും, ചിലപ്പോൾ ലാംഗ്വേജ് ടഫായിരിക്കും, അപ്പോൾ നമുക്ക് ഡീകോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ ലോജിക്കോ റിലേഷനോ കുറച്ച് ഹാർഡായിരിക്കും. ഇപ്പോൾ ഉദാഹരണം റീസണിങ്ങിലൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അത് ആരുണ്ടാക്കുന്നതാണ്? അത് എക്സാമിനറും മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ എക്സാമിനറും ആസ്പിറൻസ് തമ്മിലൊരു മൈൻഡ് ഗെയിം ഉണ്ട്. ആ മൈൻഡ് ഗെയിമാണ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരിക. അപ്പോൾ അതാണ് ഓരോ വർഷം കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ട്രിക്സ് ഒക്കെ മാറി വരുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, അടുത്ത വർഷം എക്സാം കുറച്ചും കൂടി ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഞാൻ അതിന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഞാൻ പറയാറില്ലേ, എപ്പോഴും ബേസിക്സ് പഠിക്കുമ്പോൾ ഞാൻ പറയും, അപ്പോൾ എത്ര സ്ക്വയേഴ്സ് എപ്പോഴും ചോദിക്കും, എത്ര സ്ക്വയേഴ്സ് വരെ പഠിക്കണം, എത്ര ക്യൂബ്സ് വരെ പഠിക്കണം, എത്ര ടേബിൾ. അപ്പോൾ മിനിമം നോക്കിയാൽ 25 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞെങ്കിൽ 30 വരെ പഠിക്കുക. 30 പഠിച്ചാൽ അത്രയും നല്ലത്. മനസ്സിലായി? പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാൻ പറയും അല്ലേ. സ്ക്വയേഴ്സ് എത്രയാ? 30. ഇനീഷ്യലി പറയും 30 പഠിക്കാൻ. സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞ് പിന്നെ നമ്പേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ 40 വരെ പഠിച്ചോ, 50 വരെ പഠിച്ചോ, എത്ര വരെ പഠിക്കും അത്രയും നല്ലതാണ്. ബേസിക്സാണ് പറയുന്നത്, മിനിമം 30 പഠിക്കണം. അത് നിങ്ങൾ ചിന്തിക്കുക, 40 ആണെങ്കിലും 50 ആണെങ്കിലും അത്രയും നല്ലതാണ് അല്ലേ. ഓരോ എക്സാം കഴിയുന്നതോറും ടഫ്നെസ് കൂടി. ക്യൂബ്സ് നമ്മൾ പറയും 30 വരെയുള്ള ക്യൂബ്സ് പഠിക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞെങ്കിൽ അത് 40ലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ എക്സ്ട്രാ എഫേർട്ട് ഇടുന്നോ അതൊക്കെ നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സാമിന് യൂസ്ഫുൾ ആയി വരും. ക്ലിയർ? അപ്പോൾ നോക്കിക്കേ, ഈ സ്റ്റക്ക് ആവുന്നത് 2 കാര്യം പറഞ്ഞു. ഒന്ന് എക്സാമിനർ പോയിന്റ് ഓഫ് വ്യൂ ആണ്, രണ്ടാമത് സോൾവ് ചെയ്യുമ്പോൾ ഒന്ന് എന്താണ് ആസ് എ ആസ്പിറൻറ്റ് പോയിന്റ് ആണ്. ആസ്പിറൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും, നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രശ്നം എന്താ? നമ്മുടെ നോളേജിൻ്റെ ലാഗ് കാരണം അല്ലേ. നോക്കി, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എക്സാമിനർ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടുന്ന ലാംഗ്വേജിൻ്റെ പ്രശ്നമായിരിക്കും, ലോജിക്കിൻ്റെ പ്രശ്നമായിരിക്കും, ചിലപ്പോൾ അരിത്മെറ്റിക് ചില ടോപ്പിക്സ് അഡ്വാൻസ് മാത്സ് വരുന്ന ടോപ്പിക് ആയിരിക്കും. അഡ്വാൻസ് മാത്സ് ഉദ്ദേശിച്ച മെൻസുറേഷൻ 3Dയുടെ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൻ്റെ ഹൈ ലെവൽ മിക്സ്ചേഴ്സ് അലിഗേഷൻ ഏജിൻ്റെ പ്രശ്നമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എഗോ ബിഫോർ ഹെൻസ് കൺസെപ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തരുമ്പോൾ ചില ബുദ്ധിമുട്ട് വരും. അതെല്ലാം എക്സാമിന് മനഃപൂർവ്വം ഉണ്ടാക്കുന്നത്. അത് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് സ്റ്റക്ക് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ആ സ്റ്റക്ക് ഉണ്ടായിരിക്കും. ക്ലിയർ? നേരെ മറിച്ച് ആസ്പിറൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് എന്താ? നമ്മുടെ നോളേജ്, അതായത് നമുക്കൊരു ടോപ്പിക്കിൽ ഡീസൻറ്റ് നോളേജ് ഉണ്ടായിരിക്കും, പക്ഷേ ഡീപ്പർ നോളേജ് ഉണ്ടാവില്ല. അപ്പോൾ എന്താണ്, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കൊരു പർട്ടിക്കുലർ ഉദാഹരണം ഏറ്റവും സിമ്പിളായിട്ട് പറയാം, അലിഗേഷൻ ആൻഡ് മിക്സ്ചേഴ്സ് എന്ന ടോപ്പിക്കിൽ നമ്മൾ ഡീസൻറ്റ് നോളേജ് ഉണ്ട്, ഡീപ്പർ നോളേജ് ഇല്ല. അപ്പോൾ ആ അലിഗേഷൻ മിക്സ്ചേഴ്സ് എന്ന ടോപ്പിക്കിൽ നിന്ന് ഒരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻ വന്നെന്ന് വിചാരിക്കുക. ഒരു ഹൈ ലെവൽ ഉദാഹരണം ഇവിടെ ഇതാവേ, ഒരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻ വന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അത്രയും ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ആണ്, അത് കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ വീണ്ടും അവിടെ സമയം കളയരുത്. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോഴാണ് നമ്മുടെ മൈൻഡ് അവിടെ ആക്ട് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു, ടെൻഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് 20 മിനിറ്റ് ആര് കൊണ്ടുപോകുന്നു അവരാണ് എക്സാം സക്സീഡ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ കാണുന്ന ഒരുപാട് മക്കൾ അത്യാവശ്യം നന്നായി പഠിക്കുന്ന പിള്ളേരുണ്ടാവും. അവർ ചിലപ്പോൾ ക്രാക്ക് ആവില്ല. അവരുടെ മൈൻഡിലേക്ക് എന്താണ്, ഈ സ്കിപ്പിംഗ് മെൻറ്റാലിറ്റി വരില്ല. എന്തടിക്കും, ഒരു മൈൻഡിൽ ഈഗോ അടിക്കും. എക്സാം ഹാളിൽ എനിക്ക് അറിയുന്ന ലോജിക്കാണ്, അറിയുന്ന ക്വസ്റ്റ്യൻസാണ്, എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനെ സ്റ്റക്ക് വന്നു കഴിഞ്ഞാൽ ഒറ്റ കാര്യം ചെയ്യുള്ളൂ, എന്ത് ചെയ്യുക, സ്കിപ്പ് ആൻഡ് കണ്ടിന്യൂ. ആ ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് നോളജ് ഇല്ല, എനിക്ക് 35 ക്വസ്റ്റ്യൻ 35 അടിക്കേണ്ട ആവശ്യമില്ല എന്ന മെൻറ്റാലിറ്റി കൊണ്ട് സ്കിപ്പ് ചെയ്യുക, അടുത്തേക്ക് പോവുക. ഇതിൻ്റെ വേറൊരു പ്രശ്നമുണ്ട്,
ഈ സാറ് സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും സ്കിപ്പ് ചെയ്ത് പോരുത്. ടൈം ആൻഡ് ഡിസ്റ്റൻസിലൊരു ക്വസ്റ്റ്യൻ കിട്ടി, സ്കിപ്പ് ചെയ്തു. എന്താ അത് കുറച്ച് ഹൈ ലെവലായിരുന്നു, സ്കിപ്പ് ചെയ്തു. ടൈം ആൻഡ് വർക്കിലൊരു ക്വസ്റ്റ്യൻ ഹൈ ലെവലായിരുന്നു, അത് കണക്ട് ചെയ്യാൻ പറ്റിയില്ല, എന്താണ് സ്റ്റക്കായി പോയി, സ്കിപ്പ് ചെയ്തു. ചോദിക്കുമ്പോൾ എത്ര സാറേ ഫുള്ള് സ്കിപ്പാക്കിയോ? അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു? അരിത്തമെറ്റിക്കിലെ 4 ക്വസ്റ്റ്യൻ. നോക്കിക്കേ, അപ്പോൾ എന്താ പ്രിപ്പറേഷൻ സമയത്ത് നമുക്ക് സ്റ്റക്ക് വരും, എക്സാമിന് സ്റ്റക്ക് വരും, എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ പഠിച്ച് അത് മാറ്റി എക്സാമിന് മാറ്റിയെടുക്കുന്നതാണ് നമ്മുടെ വിജയം, അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നോളജ് കുറവുള്ള ഏരിയയിൽ നിന്ന് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ പെട്ടെന്ന് സ്കിപ്പ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പമുള്ളതായിരിക്കും. എക്സാം ഹാളിൽ എന്താണ്, ഡോണ്ട് ടേക്ക് ക്വസ്റ്റ്യൻസ് ഓൺ ഈഗോ ബേസ്ഡ് ക്വസ്റ്റ്യൻ എടുക്കുക. ഞാൻ പഠിച്ചതാണല്ലോ, ഞാൻ ക്ലാസ്സിൽ ചെയ്തതാണ്, ഞാൻ ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യുമ്പോൾ ചെയ്തതാണ്, എനിക്ക് എക്സാം ഹോളിൽ കിട്ടുന്നില്ല. ആ ഈഗോ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് ആ ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുള്ളൂ. 1 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ 3 മിനിറ്റ് എടുക്കും, എന്നിട്ടും സോൾവ് ആവില്ല. അതിനുശേഷം എന്താണ് അടുത്തിലേക്ക് പോകും. അപ്പോഴേക്കും എക്സാമിൻ്റെ സമയം പകുതിയോളം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ സ്റ്റക്കായിരുന്നു. നമുക്ക് ഏറ്റവും പ്രോപ്പറായിട്ടുള്ള ഏരിയ ഫസ്റ്റ് സൈക്കിളിൽ സെറ്റ് ചെയ്യുക. അത് ഞാൻ പറഞ്ഞത് PO ലെവൽ എക്സാമിനാണെങ്കിൽ ആദ്യം അപ്രോക്സിമേഷൻ ചെയ്യുക, അത് കഴിഞ്ഞാൽ മിസ്സിംഗ് നമ്പറിലേക്ക് പോവുക, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടെങ്കിൽ ക്വാഡ്രാറ്റിക് പോവുക, സേഫ് സോണാണ്. അരിത്തമെറ്റിക് ഏരിയ നമുക്ക് സേഫ് ആയിട്ടുള്ള അരിത്തമെറ്റിക്കിലെ ടോപ്പിക്സ് മാർക്ക് ചെയ്ത് മുമ്പോട്ട് പോകുക. ബാക്കിയുള്ള അവിടെ സ്കിപ്പ് ചെയ്ത് പോയിക്കോ. അതിനുശേഷം ഉദാഹരണം DI 2 ഉണ്ടാവും, ഒരു കേസ്ലെറ്റ് ആണെന്നെങ്കിൽ DI 1 എന്തായാലും സിമ്പിളായിരിക്കും, അത് അറ്റൻഡ് ചെയ്യുക. നമുക്ക് സേഫായ ഭാഗ്യം ആദ്യം സെറ്റ് ആക്കിയിട്ട് പിന്നെ സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാം. ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാനുള്ള സമയം കിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ആ എഴുതിയ ക്വസ്റ്റ്യൻസ് ഫുള്ള് പക്കയായിരിക്കണം. ക്ലിയർ? ഒരു എബോവ് ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ സെക്കൻഡ് റൗണ്ടിലേക്ക് പോകുന്ന സമയം കിട്ടും. ആ സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് 3-4 ചോദ്യം മൊത്തത്തിൽ ചെയ്യാൻ പറ്റും. അതങ്ങനെയാണ് അതിൻ്റെ ഒരു മാപ്പ് വരുന്നത്, അത് മനസ്സിലാക്കുക. പിന്നെ നോക്കിക്കേ, ഒരിക്കലും ഇത് കണ്ട് ഈഗോ അടിക്കരുത്, സ്റ്റക്കായി പോകും, പാനിക്കായി പോകരുത്. പാനിക്കായാൽ പിന്നെ അങ്ങോട്ടുള്ള ആ എൻറ്റയർ എക്സാം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. നിങ്ങൾ കോൺഫിഡൻസ് ഡൗൺ ആയി പോവും. എല്ലാ ഭാഗത്തും കാണുന്നതെല്ലാം ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണുള്ളത്, ഞാൻ പഠിച്ചതല്ലല്ലോ, ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നെല്ലാം തോന്നിപ്പോവും. എക്സാം ഹോളിലെ മെൻറ്റാലിറ്റിയും ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെൻറ്റാലിറ്റിയും പ്രാക്ടീസ് ചെയ്യുന്ന മെൻറ്റാലിറ്റിയും രണ്ടാണ്, 3-3 ആണ്. അപ്പോൾ എക്സാം ഹോളിൽ ഇതെല്ലാം എല്ലാവർക്കും സംഭവിക്കുന്നതാണെന്നും ഇതുകൊണ്ട് എന്താണ് പ്രത്യേകിച്ച് നമുക്ക് ഗുണങ്ങളൊന്നുമില്ല. ഈ മൈൻഡ് ഡൗൺ ആകുമ്പോൾ നമ്മുടെ എന്താണ് ലോസ് ആണ് സംഭവിക്കുന്നത്. ഒരിക്കലും ക്വിറ്റ് ചെയ്യാതിരിക്കുക. ഒരു എക്സാം പോയി അടുത്ത എക്സാമിലേക്ക് പോവുക. നമ്മൾ ഓരോ എക്സാമിലും വരുന്ന തെറ്റുകൾ അടുത്ത എക്സാമിൻ്റെ എന്താണ് പോസിറ്റീവ്സ് ആക്കി എടുക്കുക. ക്ലിയർ ആയല്ലോ? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കുക. ഓരോ എക്സാം കഴിയുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എന്താ നമ്മുടെ നെഗറ്റീവ്സ് മാറ്റി പോസിറ്റീവായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുക. എന്നാൽ മാത്രമാണ് ഈ എക്സാം ഹോളിൽ വരുന്ന മിസ്റ്റേക്സ് നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നോക്കിക്കേ, ഓരോ ക്വസ്റ്റ്യനും വൃത്തിയായിട്ട് ലിസൺ ചെയ്യുക, പെർഫോം ചെയ്യുക. ഓരോ പതിയെ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? അതായത് ഒറ്റയടിക്ക് ഒരിക്കലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഉള്ളതാണ്. ആസ് എ ബിഗിനർ, ആസ് എ മോഡറേറ്റ്, ആസ് എ അമേച്ചർ, ഹൈ ലെവലിൽ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ എല്ലാവർക്കും ഇതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവും, അല്ലേ? ഈ പോയിന്റ്സ് എല്ലാം വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഓരോ കാര്യങ്ങളിലും ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളിലായിരിക്കും പ്രശ്നം ഉണ്ടാവുക. കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഒരിക്കലും ക്വിറ്റ് ചെയ്യാതിരിക്കുക. വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഒരു ജോലി എന്നത് നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ അതിനുവേണ്ടി എഫേർട്ട് എടുക്കുക, പണിയെടുക്കുക. ഒരു കുറച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു മടുപ്പ് വരും, അല്ലേ? ആ മടുപ്പ് വരികയാണെങ്കിൽ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുക, വീണ്ടും മൈൻഡ് ഫ്രഷ് ആക്കുക, കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് പക്കയാണ്. നിങ്ങൾ ബാങ്കർ ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എഫേർട്ട് പക്കയാണെങ്കിൽ അതായിരിക്കും. ഇതൊരു സിനിമ ഡയലോഗ് പോലെ ഒന്നും എടുക്കണ്ട. അതായത് നമ്മൾ പണിയെടുക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് വേയിലാണ് നമ്മുടെ പ്രോപ്പറായിട്ട് സ്റ്റഡി മെറ്റീരിയലും എല്ലാം പ്രിപ്പയർ ആക്കി കറക്റ്റ് സ്ട്രാറ്റജിയിൽ പോവുകയാണെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഓക്കെ, സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. കുറച്ചും കൂടി ഡാറ്റ കണ്ടൻസ്, അതായത് ടോപ്പിക് വൈസുള്ള ക്ലാസ്സുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഓക്കെ, സി.